കഴിഞ്ഞ നീറ്റ് 2025 ഒട്ടും ഫെയർ അല്ലായിരുന്നു. കഴിഞ്ഞ വർഷം നീറ്റിന്റെ കുറെ വിഷയത്തിൽ എല്ലാരും കൂടിയിട്ട് NTAനെ ക്രിട്ടിസൈസ് ചെയ്തു. അതിന്റെ ഒരു റിവെഞ്ച് ഒക്കെയാണ്. എന്തിനാ ഇവിടെ സീറ്റ് പിടിച്ചേക്കണത്? MBBS പാഷൻ നമ്മുടെ മൈൻഡിൽ കയറി കഴിഞ്ഞൊരു ഡ്രഗ് പോലെയാ. എടുത്തു മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അബ്രോഡ് MBBS സ്റ്റോപ്പ് ചെയ്യണോ? വി ആർ റെഡി. നിങ്ങൾ കുറച്ചുകൂടി മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യൂടെ? ഇത്രയും വലിയ രാജ്യത്ത് ആകെ 1.25 ലക്ഷം കുട്ടികളെ MBBS പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അനാവശ്യമായിട്ട് കീമോയും കാര്യങ്ങളും ചെയ്തിട്ട് അവർക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവർ ഗവൺമെന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യണത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിരാന്താണെന്ന് മാത്രം ഞാൻ പച്ചക്ക് പറയാനുള്ളൂ. ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. സാധാരണ നമ്മളെ കൂടെ അഡ്മിഷൻ എടുത്ത് പോണ സമയത്താണ് പല സ്റ്റുഡൻസിനെ നമ്മൾ കണക്ട് ചെയ്യല്. പക്ഷേ ഹന്ന കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടാണ് ഹന്നനെ കണക്ട് ആക്കിയത്. കാരണം ഹന്ന നല്ല രീതിയിൽ നീറ്റ് പഠിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 490+ സ്കോർ വാങ്ങി. ഇപ്പോൾ രണ്ടാമത് നീറ്റ് എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹന്നക്ക് കുറേ ഡിഫിക്കൽട്ടീസ് നീറ്റ് എക്സാമിൽ വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഹന്ന ഓൾറെഡി അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് ഹന്നൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് കാര്യങ്ങൾ സംസാരിച്ച് ചോദിക്കാം എന്തൊക്കെയായിരുന്നു ഹന്നൻ്റെ എക്സ്പീരിയൻസുകൾ എന്നുള്ളത്. അതൊരു കോമൺ ഇന്ത്യൻ സ്റ്റുഡൻറ്റിൻ്റെ ഒരു നീറ്റ് എഴുതിയ സ്റ്റുഡൻറ്റിൻ്റെ ഈ ഒരു സിറ്റുവേഷനിലൊരു കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ബാക്കിയുള്ള കുട്ടികൾക്ക് കാണുമ്പോൾ എന്താ ഒരു ഇൻസ്പിറേഷൻ, കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ നമുക്ക് എന്താണ് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഇതൊക്കെ എന്നുള്ളത്. അപ്പോൾ ഹന്നൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇന്ത്യൻ മെഡിക്കൽ അഡ്മിഷൻ സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ അതൊരു ഫെയർ ആണ് എന്ന് ഹന്നക്ക് തോന്നി. കാരണം ഓൾറെഡി ഹന്ന അതിൽ അത്രയും കഷ്ടപ്പെട്ട ഒരാളാണ്. ഹന്നൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ ശരിക്കും? എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഫെയർ ആണ്, എങ്കിൽ കുറച്ചൊന്നും ഫെയർ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ +1 +2 അല്ലെങ്കിൽ 8 to 10 ഒക്കെ നല്ല രീതിക്ക് പഠിച്ചു വന്നിട്ട് കുറേ പേർക്കൊന്നും ക്രാക്ക് ചെയ്യാണ്ട് പോകാൻ പറ്റാത്തൊരു എക്സാമാണ് ഈ നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത്രയും സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു കുട്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എനിക്ക് 10th ICC ആയിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് 96% ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ആയിരുന്നു, +1 +2 സ്റ്റേറ്റ് ആയിരുന്നു, 97% ഉണ്ടായിരുന്നു. എന്നിട്ടും നീറ്റ് റിപ്പീറ്റ് ചെയ്തു. എന്നിട്ടും നീറ്റ് ക്രാക്ക് ചെയ്യാണ്ട് പോകുന്നത് അത്രയ്ക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. 400 above ഉണ്ട് അല്ലേ? അതെ 491 ഉണ്ടായിരുന്നു. ബട്ട് ഈ കഴിഞ്ഞ നീറ്റ് 2025 ഒട്ടും ഫെയർ അല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഇതിലൊരു ഒന്നാമത്തെ നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും പഠിക്കണ കുട്ടികൾ ഇപ്പം ICSEയിൽ 95% വാങ്ങുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കഷ്ടപ്പെടുക. CBSEനേക്കാൾ ടഫാണ് ICSE. അപ്പോൾ ഇതിലൊരു 95% വാങ്ങണ കുട്ടീൻ്റെ ഒരു കാലിബർ നമുക്ക് +2 നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണത് 23 ലക്ഷം ആൾക്കാരും കോമ്പീറ്റ് ചെയ്യണത് 1.25 ലക്ഷം സീറ്റിന് വേണ്ടിയിട്ട്. അതിലും 50,000 സീറ്റാണ് എന്തുള്ളത്? ഗവൺമെൻറ് സീറ്റ്. അപ്പോൾ ആ ഒരു സീറ്റിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? അതായത് ഒരു എക്സാം പോലെ. അപ്പോൾ അതെന്താ വെച്ചാൽ ഓട്ട മത്സരം പോലെയാണ്. അതിൽ ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ടാവും. ഈ വർഷത്തെ ഒരു നീറ്റ് എക്സാം എങ്ങനെയാണ് അനലൈസ് ചെയ്യണത്? നീറ്റ് 2025 ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഫസ്റ്റ് തന്നെ എക്സാം ഹാളിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ പോയിട്ട് കിട്ടാണ്ട് വരുന്നൊരവസ്ഥയുണ്ടല്ലോ. അതെ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പൊതുവെ ഫിസിക്സിലെ മാത്സ് ഭയങ്കര ടഫാണ്. അപ്പോൾ ലാസ്റ്റ് റിപ്പീറ്റ് ടൈമിൽ അതുകൊണ്ട് തന്നെയാണ് പോയതെന്ന് എനിക്ക് അറിയാമായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ റിപ്പീറ്റ് എടുത്ത് നോക്കാം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ റിപ്പീറ്റ് ചെയ്തു. ഫിസിക്സൊക്കെ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഒക്കെ ഞാൻ നോക്കി. ബട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ടഫായി പോവാന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര അൺഫെയർ അല്ലേ? എല്ലാവരും അത് പറയുന്നുണ്ട്. കാരണം അതെ ഈ വട്ടത്തെ നീറ്റ് 2025 ഭയങ്കര, കാരണം ബയോളജി നമ്മൾ ഒരു 95% ബയോളജിയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബയോളജി ഭയങ്കര ലെങ്തി ആയിരുന്നു, ഭയങ്കര ട്രിക്കി ആയിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും ടെൻഷൻ കൂടാൻ തുടങ്ങി. കാരണം നമുക്ക് കുറച്ചെങ്കിലും നീറ്റിന് പെട്ടെന്ന് ഈസി ആയിട്ടൊരു 45 minutes ഒക്കെ കൊണ്ട് ഒരു 90 questions ചെയ്ത് തീർക്കാൻ പറ്റുന്നത് നമ്മുടെ ബയോളജി ആണ്. അതെ ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്നത്, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നതും ബയോളജി തന്നെയാണ്. അതെ അങ്ങനെ. പക്ഷെ നമ്മൾ ഇപ്പം കോച്ചിങ്ങിൽ തന്നെ, കോച്ചിങ് സെൻറ്റേഴ്സിൽ തന്നെ പ്രൊഫസേഴ്സ് പറയുന്നുണ്ടായിരുന്നു ടഫായിരിക്കും. അപ്പോൾ പക്ഷെ ഇത്രയും ഒരു ടഫ്നെസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഇതിന്ന് ടഫായപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ വർഷം നീറ്റിൻ്റെ കുറേ വിഷയത്തിൽ എല്ലാവരും കൂടിയിട്ട്
NTAനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലേ? അതിന്റെ ഒരു റിവെഞ്ച് അതിന്റെ ഒരു ഒക്കെയാണ്. റിവെഞ്ച് ആണ് അതെ അതെ എന്നുള്ളത് ഞാനത് അത് ആലോചിച്ചത്. അതെ കാരണം അതെ നമ്മൾ ഇന്ത്യയിലെ പല എക്സാമുകളും നമ്മൾ അവരായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരടുത്ത് ചെയ്യണത് വരാൻ പോണ ആൾക്കാരെ മാക്സിമം പണി പണി കൊടുക്കാന്നല്ല. കൊടുക്കുക എന്നുള്ള മെന്റാലിറ്റിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം വെച്ചിട്ട് എങ്ങനെയൊക്കെ ആളുകളെ ദ്രോഹിക്കാം എന്നുള്ളതാണ്. അതെ അപ്പൊ അതെ നമ്മളെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി പോലും പാസ്സാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി ഡിഫിക്കൽട്ടാണ്. കാരണം ഇവിടെ ഒരാളെ എങ്ങനെ പൊട്ടിക്കാം, ടോർച്ചർ ചെയ്യാം എന്നുള്ളതാണ് മാക്സിമം ആലോചിക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ വർഷം അവരവരുടെ റിവെഞ്ച് എടുത്തു. പക്ഷെ അതിൽ അൺഫോർച്ചുനേറ്റ്ലി കുടുങ്ങിപ്പോയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാലിബർ ഉള്ള. പക്ഷെ ഇതിൽ 2 കാര്യമായിട്ടുള്ളത്. ഒന്ന്, നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നോളജ് ഉണ്ടാവും. ചില ആളുകൾക്ക് നോളജിൻ്റെ കൂടെ തന്നെ മനക്കെട്ടി, അതായത് മെൻ്റൽ ബോൾഡ്നെസ് ഉണ്ടാവും. എന്ത് വന്നാലും ഐ ഡോണ്ട് കെയർ എന്നുള്ള ആൾക്കാരുണ്ടാവും. അതെ അതെ ചിലപ്പോൾ അവർ ഈ നല്ല പഠിക്കുന്ന കുട്ടികൾ അത്ര പഠിക്കാത്ത ആൾക്കാരേക്കാരം. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നോളജ് കൂടുതലും എന്നാലോ മനക്കെട്ടി കുറവുള്ള ആൾക്കാർ എന്തായിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം ക്രാക്ക് ചെയ്യാൻ കഴിയൂല. ചില ആൾക്കാർക്ക് നോളജ് കുറച്ച് കുറവാണെങ്കിലും ഉള്ള കാര്യങ്ങൾ മര്യാദയ്ക്ക് എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അതെ അപ്പത്തെ ആ അതെ ഒരു മെന്റൽ അതെ ആ അതെ ഒരു ആ ഒരു ടൈം ടൈമിംഗ് ഉണ്ടല്ലോ, ഭയങ്കര യെസ് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആണ്. 3 അവർ അതെ നമ്മളിനി എത്ര പ്രിപ്പയർ ചെയ്താലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ആ ഒരു 3 അവർ നമ്മളെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അത് പോയി. അതന്നെ. അപ്പോൾ അത് ചോദിക്കാനുള്ളത് അതാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിലും സെക്കൻഡ് അറ്റംപ്റ്റിനും വേണ്ടി ഇരുന്നില്ലേ, അതെ അതെ അപ്പോൾ ആ ഒരു ഇതെങ്ങനെയായിരുന്നു, മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? ഞാൻ ഇത് പ്രാവശ്യം ക്രാക്ക് ക്രാക്ക് ചെയ്യണം, ചെയ്യും പറഞ്ഞ പോലെ കാരണം ഫിസിക്സ് എനിക്കൊന്നും കൂടി അതെ അതെ ഫോക്കസ് ചെയ്യണം, അതെ 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 ഞാൻ അത് എന്തൊക്കെയാണോ ലാസ്റ്റ് എനിക്ക് ആ കുറവായി തോന്നിയത് ആ ഞാൻ അവിടെ ഒന്നും കൂടി ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്ത് അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു ഇത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ടൈപ്പിൽ എനിക്ക് ബയോളജിയും ഓർഗാനിക് കെമിസ്ട്രിയും ഓക്കെ ആയിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി ഇൻഓർഗാനിക് കെമിസ്ട്രി ഓക്കെ ആയിരുന്നു. ബട്ട് ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ന്യൂമറിക്കൽസ് പൊതുവേ ഭയങ്കര ബുദ്ധിമുട്ടാണ് Okay. പണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, റിപ്പീറ്റിന് എന്തായാലും ഇത്രയും കിട്ടിയല്ലോ. പക്ഷേ കട്ട് ഓഫ് അന്നത്തെ കട്ട് ഓഫ് 2023-24 കട്ട് ഓഫ് 650 ഒക്കെ ആയിരുന്നു. ആ ഒരു ടൈമായിരുന്നു. അതെ 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 അപ്പം സെൽഫ് ഫിനാൻസ് പോലും നമുക്ക് നോക്കാൻ പറ്റൂല. ആ ഒരു ടൈമിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, റിപ്പീറ്റ് ഒന്നും കൂടി ചെയ്തു പോവാം. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കോഴ്സിന് പൊക്കൂടെ, എഞ്ചിനീയറിംഗ് ഒക്കെ നമ്മുടെ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അതെ അതെ കിട്ടാവുന്നതുണ്ടായിരുന്നുള്ളൂ. അതെ. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക, ആക്ച്വലി നമ്മുടെ MBBS പാഷൻ നമ്മുടെ മൈൻഡിൽ കയറി കഴിഞ്ഞൊരു ഡ്രഗ് പോലെയാണ്. എടുത്തു മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, കുറേ പേര് എന്നോട് പറഞ്ഞിട്ട് വേറെ നല്ല കോഴ്സ് നോക്കിയിട്ട്, പക്ഷേ പറ്റൂല. ആ പാഷൻ എടുത്തു മാറ്റാൻ പറ്റൂല. അങ്ങനെ ഞാൻ ഓക്കെ റിപ്പീറ്റ് ചെയ്യാന്നുള്ളത്. ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലത്. അങ്ങനെ റിപ്പീറ്റിന് ഞാൻ ഓഫ്ലൈനായിട്ടായിരുന്നു പഠിച്ചത്, ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചത്. എന്നെ പറ്റുന്ന മാക്സിമം ഞാൻ നോക്കി ഫിസിക്സിനൊക്കെ. എങ്കിലും മോക്സ് ഒക്കെ നടത്തുമ്പോൾ ഫിസിക്സിന് തന്നെയാണ് മാർക്ക് കുറയുന്നത്. അപ്പോൾ കുറച്ച് കുറഞ്ഞാലും ഞാൻ വിചാരിച്ചു അവിടെ ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മോഡൽ എക്സാംസിനൊക്കെ ഇടുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇത്രയും ടഫൊന്നും അങ്ങ് നീറ്റിന് ഈവൻ പ്രൊഫസേഴ്സ് മനസ്സിലായി. ടഫ് ആകും എന്ന് പറഞ്ഞാലും നമുക്ക് അത്ര അങ്ങനെ expect ചെയ്യുന്നുണ്ടാവും. അതെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ബട്ട് ക്വസ്റ്റ്യൻ കിട്ടിയ ടൈമിൽ ഫസ്റ്റ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ബയോളജി നമ്മൾ ഫസ്റ്റ് കൂൾ ഓഫ് ടൈമിൽ കുറേ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന ടൈമിൽ ബയോളജി എന്താ പറയുക, ഭയങ്കര വലിയ വലിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ബയോളജി ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും രണ്ടും ഭയങ്കര വലുത്, മാത്രമല്ല ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻസ്. 2024 നീറ്റ് എക്സാമിൻ്റെ ബയോളജി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറേ വൺ വേർഡ് ഉണ്ടായിരുന്നു. അസേർഷൻ റീസണും എങ്ങനെയാണ് ബയോളജി അതെ അസേർഷൻ റീസണും സ്റ്റേറ്റ്മെന്റും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും മാച്ച് ദ ഫോളോവിങ് ആയിരുന്നു. അത് മാത്രമേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, കാരണം ഓരോ ഓപ്ഷൻ കിട്ടിയാൽ തന്നെ പെട്ടെന്ന് ടിക്കിട്ട് പോകാൻ പറ്റുന്ന മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ആണ് 2024 വന്നത്. അത് വെച്ചിട്ട് 2025 കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫുള്ള് സ്റ്റേറ്റ്മെന്റ് അസേർഷൻ അങ്ങനെ ആയിപ്പോയി. അപ്പോഴത്തേനും അതുമാത്രമല്ല നമ്മളിങ്ങനെ സ്ട്രെസ് ചെയ്യാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ ഒരു റിഡക്ഷനിസ്റ്റ് ബയോളജി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് സെല്ലിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കും, പഠിക്കുന്ന ടൈമിൽ നോക്കും, ബട്ട് സ്ട്രെസ് കൊടുക്കൂല. അപ്പോഴത്തേനും അങ്ങനെ വന്നപ്പോഴത്തേനും ടോപ്പിക്സിലായിരിക്കും കൂടുതൽ കുട്ടികൾ ഫോക്കസ് ചെയ്യുക. അതെ അതായത് അതിന് വളരെ ഇമ്പോർട്ടന്റ് ബേസ് ഡേറ്റ്സും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് അതിന്റെ കൺസെപ്റ്റ് ഒക്കെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും അവർ ഇവിടുന്നൊക്കെ ഇട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് മനസ്സിലാവണം ബുദ്ധിമുട്ടായി. എന്താണെന്ന് വെച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്ക് A to Z അങ്ങനെ നോക്കിയ ആൾക്കാർക്കായിരിക്കും അല്ലേ. NCERT ടെക്സ്റ്റിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോകണം. NCERT പെരിഫറൽ ആയിട്ട് പോയിട്ടും കാര്യമില്ല. ഇനിയുള്ള നീറ്റ് അങ്ങനെയാണ്. കാരണം NCERT ഇൻഡെപ്ത് ആയിട്ട് കൂടുതൽ തന്നെ ടഫ് പോകണം. അതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അല്ല, അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആവണില്ല. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും മാക്സിമം?
കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റും. പറ്റും. അതെ. അത് കഴിഞ്ഞ് ഇപ്പൊ എത്ര എക്സാമുകൾ കഴിഞ്ഞു. ഉം, ഉം. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നെങ്കിൽ അവര് പ- ഒരു പക്ഷെ ഏതൊരു കാര്യത്തിനും ഒരു പീക്ക് ലെവൽ ഉണ്ടാവുമല്ലോ. അതെ അതെ ഒന്നെങ്കിൽ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്ക് മാറണം. അതെ അതെ എനിക്ക് തോന്നുന്നത് അതാട്ടോ. അതായത് അവരതിന്റെ പീക്ക് ലെവലിൽ എത്തിയപ്പോൾ ഇനി എല്ലാം അരച്ച് കലക്കി കുടിച്ച രീതിയിൽ എവിടെ നിന്നും ചോദിക്കാം എന്നുള്ള. അതായത് ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഹൈ ഹീൽഡ് ആയുള്ള ടോപ്പിക്കിന് കൂടുതൽ സമയം കൊടുത്ത് ബാക്കിയുള്ളതിന് സമയം കുറച്ചിട്ടാണ് സാധാരണ രീതിയിൽ പഠിക്കൽ അധികം ആൾക്കാർ. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് നീറ്റ് റിപ്പീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിലും ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റ് എടുത്തല്ലോ. ഇതിൽ രണ്ടിലും നിങ്ങൾ പഠനത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? അതായത് ഫസ്റ്റും സെക്കൻഡും കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഞാൻ മെയിനായിട്ട് ഫിസിക്സ് തന്നെയായിരുന്നു. Focus ചെയ്തല്ലേ? സെക്കൻഡ് ഇയർ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഫിസിക്സ് തന്നെയായിരുന്നു. പിന്നെ ബയോളജിയിൽ കൂടുതൽ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുമായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് അതിന് വരുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാംസ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കാണുന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നീറ്റ് 2025 ഒരെണ്ണം പോലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഒരു കൂടിപ്പോയി 1, 2, 3 ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ഒന്നും റിപ്പീറ്റ് Repeat സെയിം ആയിട്ട് ചോദിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു നീറ്റ് എല്ലാ വട്ടവും അങ്ങനെ. പക്ഷേ ലാസ്റ്റ് 2024 റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് കുറേ ബയോളജി ഉണ്ടായിരുന്നു. പക്ഷേ 2025 ഒരെണ്ണം പോലും അങ്ങനെ റിപ്പീറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞു എനിക്ക് MBBS എന്നുള്ളത് ആ ഒരു സ്വപ്നം മനസ്സിൽ കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് പോലെയാണ്. നമുക്കതൊരിക്കലും വിടാൻ പറ്റില്ല. നമ്മൾ പല ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇവർക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യം അതാണ്. നമ്മൾ ഇപ്പോൾ NMC അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ പല ആൾക്കാരും വിമർശിക്കും, എന്ത് MBBS അപ്രൂവ്ഡ് പോയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി എക്സാം എഴുതി ഓൾമോസ്റ്റ് എത്ര സ്കോർ കിട്ടും എന്നുള്ളൊരു ഒരു അത്യാവശ്യം ഒരു നോളജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ കയറിയിട്ടുള്ള ഈ ഒരു സ്വപ്നം അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ തോന്നിയോ? അതായത് ഇൻ കേസ് എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല, അതല്ല അത് ഞാൻ എങ്ങനെയെങ്കിലും ആൾട്ടർനേറ്റീവ് വഴിയിലൂടെ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്തണം എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് ഒരിക്കലും ഇത് ഉപേക്ഷിക്കാൻ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഈ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഒരു ഡ്രീമാണ്. എൻ്റെ പേരൻസ് വരെ എന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഫേമാണ് ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. അതിലൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യട്ടെ. ആ ഒരു MBBS ഡോക്ടർക്ക് എത്ര സാലറി ഉണ്ടാവും? സാലറിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? സാലറി എനിക്ക് ഒരു രണ്ടും കൂടി കൂടിയിട്ടൊരു ആൻസർ തന്നാൽ മതി അല്ലേ? സാലറി ഓഫ് കോഴ്സ് ഒരു ഫാക്ടറാണ്. സാലറി ഒരു ഫാക്ടറാണ്. ബട്ട് ഫുള്ളായിട്ട് സാലറി മാത്രം മതി അങ്ങനില്ല. എനിക്ക് എന്താ പറയുക, ഞാൻ എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറേ പേരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും എന്താ പറയുക, അവരൊന്ന് ഹാപ്പി ആയിട്ട് ഇരുത്തി വെക്കാനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ എന്താ പറയുക, എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രൊഫഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കിട്ടുന്ന റെസ്പെക്റ്റ്. പിന്നെ റെസ്പെക്റ്റിനെ പറ്റിയിട്ട് ഇപ്പം റെസ്പെക്റ്റ് എത്രത്തോളം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഓരോ ന്യൂസൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷേ ബട്ട് സ്റ്റിൽ എന്താ പറയുക, സാലറി ഒരു ഫാക്ടറാണ്. അല്ലാണ്ട് എന്താ പറയുക, മനസ്സിൽ കയറിയൊരു ഇഷ്ടം, ആ ഒരു പ്രൊഫഷനോടുള്ളൊരു താല്പര്യം. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിലേക്ക് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു പ്ലാനിക്ക് പോയോ? അതോ എന്താണ് ആ ഒരു സമയം ഉണ്ടാവുമല്ലോ, എക്സാം കഴിഞ്ഞ ഒരു മൊമെന്റിൽ ആൻസർ കീ വന്നിരിക്കണ ആ വീട്ടിലിരിക്കണ ഒരു സമയമാണല്ലോ. ആ ഒരു മൊമെന്റിൽ നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയായിരുന്നു ഉണ്ടായത്? ആ ഒരു മൊമെന്റിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എക്സാം ഹാളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. എന്നെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു, ഉമ്മീനോട് ഞാൻ പോയി എന്ത് പറയുന്നായിരുന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ. മാത്രമല്ല കുറേ കുട്ടികൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നൊരു സീനൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നു നോക്കി, ഓക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടൂല എന്ന് ഉറപ്പായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റാണ്. ഇവിടുത്തെ പ്രൈവറ്റിനെ പറ്റിയിട്ട് അറിയാമല്ലോ, നല്ല ഫീസാണ്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അത്രയും നമുക്ക് അഫോർഡബിൾ അല്ല. ഇപ്പോൾ ഒരു വർഷം തന്നെ ഒരു 20 lakh rupees അതിൽ മേലെയൊക്കെ ആവും, എക്സ്ട്രാ ആവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസ് നമ്മൾ തിരക്കിയപ്പോൾ ഇനിയിപ്പോൾ കട്ട് ഓഫ് ഒക്കെ കുറഞ്ഞു, ഇനി വരണം, നീറ്റ് സ്കോറൊക്കെ വരണം.
സെൽഫ് ഫിനാൻസ് ആയാലും ഇവിടെ ഒരു 60 lakh ഒക്കെ അടുപ്പിച്ചാവും എന്തായാലും. അതെ. അല്ല അതിലൊരു കാഴ്ചപ്പാട് എന്താ പറയുക, ആളുകളെ കാഴ്ചപ്പാട് ഇവിടെ കയറുന്ന സെൽഫ് ഫൈനാൻസിലുള്ള കുട്ടികളെ മുഴുവൻ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെന്നുള്ളൊരു തോട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന ആളുകൾ മുഴുവൻ അബ്രോഡ് MBBS പോകുന്ന ആൾക്കാരാന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിക്കും ഉണ്ട് പല ആളുകൾക്കിടയിലും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും ഇപ്പം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കയറുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത് മിഡിൽ ക്ലാസ് ആൾക്കാരായിരിക്കും അധികം ഉണ്ടാവുക അല്ലേ. ഒരു 550-600 മാർക്ക് കിട്ടണേൽ എല്ലാവരും 50 ലക്ഷം ഫീസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാവില്ല. അപ്പം അതിൽ ഒരു 60% ഒക്കെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ബേസിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ നമുക്ക് ഈ 550 കിട്ടിയ എല്ലാവരും ഈ ഒരു പൈസ കൊടുത്തിട്ട് പഠിക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരും അല്ല നമ്മുടെ നാട്ടിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അത്ര ഒരു പൈസ കൊടുത്തിട്ട് എന്തായാലും ഇത് അവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരു ഡ്രീം ഉണ്ട്. ആ ഡ്രീം പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാം എന്നുള്ളതിലേക്കാണല്ലോ പിന്നെ നമ്മൾ ആലോചിക്കണം. അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ MBBS അബ്രോഡ് എന്നുള്ളൊരു ഓപ്ഷനിക്ക് എത്തിയിട്ട് നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ളത്. പറയുമ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു പ്ലാൻ അല്ലേ. അപ്പൊ അത് ഓൾറെഡി നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരുന്നു. എനിക്ക് അതല്ലെങ്കിൽ ഇനി വേറെ ഓഫ് കോഴ്സ് ഒരു പ്ലാൻ സി ആയിട്ട് എനിക്ക് MBBS എബ്രോഡ് ഉണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ആ ഒരു സാഹചര്യം ആ ഒരു കാര്യമൊക്കെ വെക്കുമ്പോൾ പിന്നെ നമ്മുടെ ഫീസിൻ്റെ അഫോർഡബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പം MBBS എബ്രോഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് എൻ്റെ വാപ്പയാണ് ഡോക്ടർ എക്സ്പേർട്ട് എജുലിങ്സിനെ പറ്റിയിട്ട് പറയുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഇവിടെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഐഷ മാം ആയിരുന്നു. അങ്ങനെ ഐഷ മാം വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഏജൻസി നോക്കി പോകേണ്ട ആവശ്യം ഞങ്ങൾക്ക് വന്നില്ല. ഫസ്റ്റ് ടൈം തന്നെ ഡോക്ടർ എക്സ്പേർട്ട് എജുലിങ്സ് നോക്കി. എന്താ പറയുക, ഐഷ മാം എനിക്കൊരു എന്താ പറയുക നല്ലൊരു സിസ്റ്റർലി ഫീലിംഗ് തന്നെ ആയിരുന്നു ഐഷ മാമിന്. അടിപൊളിയായിരുന്നു. വേറൊരു കാര്യം എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അഡ്മിഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ വർക്ക് ചെയ്യണത്. ഞങ്ങളെ കൂടുതൽ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊരു മെയിൻ ഞങ്ങൾ ആരെടുത്ത് നിങ്ങൾ ഇവിടെ എടുക്കണം എന്ന് പറയില്ല. അതിനൊരു മെയിൻ കാരണം നമുക്ക് ഓരോരുത്തരുടെ ബജറ്റ് എന്താണെന്ന് അറിയില്ല. ഒന്ന് അത് ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങളാണ്, അവർക്ക് എത്ര ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മൾ പോയ വഴികളുണ്ട്. അതിലിപ്പോൾ നമുക്ക് ഇവിടുത്തെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ റൂൾസൊക്കെ ഫോളോ ചെയ്യുന്ന തിരിച്ചു വന്നാൽ ആ കുട്ടിയൊക്കെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റണം. അതല്ല അവർക്ക് ഇനി USA UK കാനഡയിലൊക്കെ പോകണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ട് അതായത് ഇതൊക്കെ ഈ ഒരു എല്ലാവിധ ഇതൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എത്ര ഈ ഒരു ബജറ്റിൽ ആ പറ്റിയ യൂണിവേഴ്സിറ്റി ഇങ്ങനത്തത് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ റോൾ ഇതിൽ. അത് മാത്രമാണ് ഞങ്ങൾ ശരിക്കും ചെയ്യണത്. അപ്പൊ അതില് ഇപ്പൊ പല ആൾക്കാരും ചിലപ്പോൾ വിമർശിക്കുന്നുണ്ടാവും, നമ്മൾ മറ്റേ അബ്രോഡ് MBBS അത് അങ്ങനെ പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ഗൈഡൻസ് മെന്റർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് എന്തായാലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെ, നമ്മളില്ലാതെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം ഞാൻ പറയുന്നത് അതിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ നീറ്റ് കോച്ചിങ് സെൻറ്റേഴ്സ് ആണെങ്കിലും എന്ത് IIT NIT കോച്ചിങ്സ് ആണെങ്കിലും എന്ത് എക്സാമിനേഷൻ്റെ കോച്ചിങ് ആണെങ്കിലും എല്ലാവരും അവർ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പ്രോഫിറ്റ് ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് അവർക്ക് അറിയാനായിട്ടാണോ ഇന്ത്യയിൽ 1 ലക്ഷം സീറ്റുള്ളൂ, എഞ്ചിനീയറിംഗിന് 23,000 സീറ്റുള്ളൂ, ഈ 23 ലക്ഷം കുട്ടികൾ എഴുതിയാൽ കിട്ടില്ല എന്ന് അവർക്ക് അറിയാത്ത കാര്യമാണോ? അതാണ് ഈ പറയുന്ന ആൾക്കാരൊന്നും സർവീസ് ആയിട്ട് കൊടുക്കുന്നില്ല, ഫ്രീ സർവീസ് ആയിട്ട് ആരും പ്രൊവൈഡ് ചെയ്യില്ല. പിന്നെ അവർ ചെയ്യുന്നത് എന്താ, നല്ല സ്കോർ കിട്ടി, അപ്പോൾ ഈ വർഷം ഒരു 600 സ്കോർ കിട്ടിയ ഒരു കുട്ടീനെ അവർ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. കാരണം എന്താ, ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലം അവരെ മാർക്കറ്റിംഗ് ആ കുട്ടിയാണ്. മനസ്സിലായില്ലേ? അത് അവർക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. കാരണം ഒരു കുട്ടീനെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാൽ അപ്പുറത്ത് 500 കുട്ടികൾ കയറും. ഇതല്ലേ ഇവർ ചെയ്യണത്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം വിമർശിക്കുക എന്നുള്ളൊരു സംഗതി ഇവിടെ നാട്ടിലുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ നീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ വരികയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ളൊരു, അതായത് ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞു, അതിൽ ഇത്ര 490+ കിട്ടി, പിന്നെ അടുത്തൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഒരു മെൻ്റൽ പ്രഷർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി കൂടുതൽ വീക്കിലേക്കേ പോയിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എടുക്കണമായിരുന്നോ, റിപ്പീറ്റ് ചെയ്യണമായിരുന്നോ? അതെ ഇയർ ഉണ്ടായിരുന്നു. അല്ലാണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടി എന്നുള്ള രീതിയിലും അങ്ങനെ ചിന്തിക്കാം. നമ്മൾ ഫാമിലിന്റെ സൈഡിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇയറിന്റെ കാര്യത്തിൽ ഉപരി എൻ്റെ മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തും ഭയങ്കര
പ്രശ്നം ഉണ്ടാക്കിയതായിരുന്നു. അതൊക്കെ എങ്ങനെ തരണം ചെയ്ത് അല്ലെങ്കിൽ തരണം എങ്ങനെ ചെയ്ത് ഫോക്കസ്ഡ് ആക്കി ഇതൊക്കെ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നുവെച്ചാല് ടഫസ്റ്റ് മൊമെന്റ് ഭയങ്കര എന്തായിരുന്നു? എൻ്റെ ലൈഫിൽ എനിക്ക് ഓർക്കാൻ ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു 2 ഇയേഴ്സ് തന്നെയായിരുന്നു ഇത്. അത് ഭയങ്കര ഒരു പ്രഷറായിരുന്നു. കാരണം സബ്ജക്റ്റീവിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു ഒബ്ജക്റ്റീവിലോട്ട് പോകുന്നതാണ്. ഉം. OMR ആണ്. എല്ലാവർക്കും സബ്ജക്റ്റീവ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒബ്ജക്റ്റീവ് പറ്റൂല. കാരണം അത് ശരിയാ. ചിലവർക്ക് സബ്ജക്റ്റീവ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ എന്നെയൊക്കെ വെച്ചിട്ട് എനിക്ക് ഒബ്ജക്റ്റീവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കറക്റ്റ് ഒരു ആൻസറിൽ എത്താൻ വേണ്ടിയിട്ട്, അതും ന്യൂമറിക്കലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് സബ്ജക്റ്റീവ് ഈസിയാണ്, കുഴപ്പമില്ല, ഓക്കെ ആണ്, പഠിച്ചാലും ഓക്കെ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം കുറേ നൈറ്റ്സൊക്കെ ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന ഫിസിക്സൊക്കെ ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് ചെയ്ത് കുറേ കിട്ടാണ്ടൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം, കാര്യങ്ങൾ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ അതൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോട്ടെ എന്നൊക്കെ തോന്നി? തോന്നിയിട്ടുണ്ട്, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട്, കാരണം ഒരു കോഴ്സാണല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അത് നിർത്തി വെച്ച് നമ്മൾ ഫീസ് അടച്ചതാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. എന്തായാലും ഇത് കഴിയട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം, വേറെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇതിലായിരുന്നു. അങ്ങനെ, അല്ലെങ്കിൽ നോക്കാന്ന് വിചാരിച്ചു. സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങളെ കൂടെ പഠിക്കുന്ന ആൾക്കാരെയൊക്കെ കമ്പയർ ചെയ്യും. സ്വാഭാവികമായിട്ടും ഉം. അവരങ്ങനെയാണ്, ഇവരിങ്ങനെ, ഇങ്ങനത്തെ കമ്പാരിസൺ ഒക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിലും ആ ഒരു കമ്പാരിസൺ ഫീലിംഗ് ഒക്കെ ശരിക്കും വരുന്നുണ്ടാവില്ലേ? കമ്പാരിസൺ ഓഫ് കോഴ്സ് വരും, പക്ഷെ അതൊരു ഭയങ്കര മണ്ടത്തരമാണ്. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആരാണെങ്കിലും ഈ കമ്പയറിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മണ്ടത്തരത്തിലോട്ട് പോകുന്നതാണ്. നമുക്ക് കൂടുതൽ പ്രഷറും കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ ഈ കമ്പയറിങ്. ഒരിക്കലും നീറ്റിനെ സംബന്ധിച്ചിടത്തോളം കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മളെ ആയിട്ട് തന്നെ കമ്പയർ ചെയ്യുക. മാർക്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. വേറൊരാളെ വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് റിപ്പീറ്റിൽ അതൊക്കെയായിരുന്നു പ്രശ്നം. ഉം ഉം ഉം. ഞാൻ നല്ല കമ്പയറിങ് ആയിരുന്നു. എനിക്ക് മാത്രം എന്താ ഇത് പറ്റാത്ത, ഇതെന്ന് എനിക്ക് കൂടാത്തെ. മനസ്സിലായി. അതെ. എന്നൊക്കെ ഇപ്പോൾ മെന്ററായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം വീട്ടിലത്തെ തന്നെ സീനിയേഴ്സ്, ഐ മീൻ ബ്രദേഴ്സ്, സിബ്ലിങ്സ് ആരെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ആരുമില്ല. എൻ്റെ ഫാമിലിയിൽ ഈ ഒരു പ്രൊഫഷൻ നോക്കുന്ന ഫസ്റ്റ് ആള് ഞാനാണ്. ഇനിയിപ്പോൾ നീറ്റ് ഇപ്രാവശ്യം +2 നീറ്റ് എഴുതി അത്യാവശ്യം ഒരു 150 മാർക്കൊക്കെ ഉള്ള കുട്ടികളോട് എന്താണ് ഹന്നക്ക് പറയാനുള്ളത്? എൻ്റെ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം എന്താ മനസ്സിലായി. വെച്ചാൽ നമ്മൾ പല ആളുകളെയും കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ 150 മാർക്ക്, 200 മാർക്ക്, 300 മാർക്ക്, 400 മാർക്ക് വരെയുള്ള കുട്ടികൾ, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ഉണ്ട് നമ്മൾ ചെയ്ത വരും ഇത്രയും കാലമായിട്ട്. അതിലിപ്പോൾ ഒരു 150 മുതൽ 300 മാർക്ക്, 400 നമുക്ക് വേണമെങ്കിൽ നിർത്താം. അതായത് ക്വാളിഫൈ മാർക്ക് മുതൽ ഏകദേശം 350 മാർക്ക് വരെ ഉള്ള കുട്ടികൾ ഇപ്പോൾ റിപ്പീറ്റാണ് അവരുടെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹന്നക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്താ ശരിക്കും? ഓക്കെ, ഇപ്പോൾ റിപ്പീറ്റ് എനിക്ക് എങ്ങനെയായിരുന്നു, എനിക്ക് ഫസ്റ്റ് ടൈം എഴുതിയ ടൈമിൽ 168 ആയിരുന്നു സ്കോർ. +2 ഒരു കോച്ചിങ് ഇല്ലാണ്ട് എഴുതിയപ്പോൾ 168 ആയിരുന്നു സ്കോർ. ആൻഡ് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ റിപ്പീറ്റിന് പോവാം. നീറ്റ് എന്തായാലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണല്ലോ നമ്മുടെ ആഗ്രഹം, അപ്പോൾ റിപ്പീറ്റിന് പോവാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോൾ എന്താ പറയുക, എനിക്ക് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു കോച്ചിങ് ഇല്ലാണ്ട് ഒരു ബേസും ഇല്ലാണ്ട് നമ്മൾ റിപ്പീറ്റിന് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കൂടുതൽ സ്ട്രഗിള്, കാര്യങ്ങൾ, വർക്ക് പ്രഷർ കൂടുതൽ. നമ്മൾ +1 +2 ഇപ്പോൾ CBSE ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ പഠിച്ചു വന്നൊരു രീതി അല്ലായിരിക്കും ഈ ഒരു റിപ്പീറ്റ് കയറുമ്പോൾ. അതിൽ തന്നെ നമ്മൾ കുറേ ഡൗൺ ആയി പോവും. അതെ, ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു. അതെ, അത് മാറുന്നത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അത്രയ്ക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തന്നെ വേണം എന്ന് അത്രയ്ക്ക് പാഷൻ ഉണ്ടെങ്കിൽ റിഗ്രറ്റ് വേണ്ടല്ലോ. നാളെ ഒരു ടൈമിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊരു റിഗ്രറ്റ് വേണ്ടല്ലോ. അപ്പോൾ ഗോ ഫോർ റിപ്പീറ്റ്. അവർ റിപ്പീറ്റ് ചെയ്യാം, അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവർ വേണ്ട, വേസ്റ്റ് ആണ്. 1 ഇയർ വേസ്റ്റ് ആണ്. ഓൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും നോക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ എനിക്ക് അഡ്വാൻസ് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് ഈ റിപ്പീറ്റ് ഇപ്പോൾ അന്നൊക്കെ ഒരു 490 ഉള്ളത് അന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും 600 സ്കോർക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ. പക്ഷെ ഞാൻ ഈ ജസ്റ്റ് ക്വാളിഫൈ ആൾക്കാർ, ഒന്നും നോക്കാണ്ട് ജസ്റ്റ് ക്വാളിഫൈ ആൾക്കാർ ഒരു വർഷം പോണതിന് മുമ്പ് ഞാൻ പറയാം നിങ്ങളൊന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു സജഷൻ പറയാണ്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൈൻഡ് സെറ്റും ഇതൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു 300 എല്ലാവരും കാര്യമായിട്ട് പറയണേ. ഇപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അതുവരെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ
നിങ്ങളത് ആ ഒരു പ്ലസ് ടു കഴിയുന്ന സമയത്താണ് അതെ അതെ റിപ്പീറ്റ് ആണ് ആണ് അതെ എന്നുള്ള അതെ ഒരു പ്ലാനിലാണ് അവർ പ്ലാൻ പഠിക്കുന്നത്. ഞാൻ അവരെ പറ്റിയല്ല ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പറയണത്. അല്ലാണ്ട് ഓൾറെഡി MBBS ഒക്കെ പ്ലാൻ ഇട്ടിട്ട് പ്ലസ് ടുവിന് കോച്ചിങ് നാട്ടിലെ സാധാരണ ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് കിട്ടുന്ന കുട്ടികളുണ്ടാവും 150-160 മാർക്ക്. അതെ അതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും മുന്നോട്ട് പോകണതിൽ എനിക്ക് വലിയ അർത്ഥം തോന്നുന്നില്ല. ഒന്നുകിൽ അവർ നിർത്തിയിട്ട് വല്ല ഡിഗ്രിക്ക് വേറെ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ അവർ അൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നോക്കുക എന്നുള്ള. കാരണം അങ്ങനെ ഒരു MBBSന് തന്നെ പ്ലാൻ ഇട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇതിന് മുമ്പ് വേറൊരു ഡോക്ടറേറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണറായിട്ട് ഞാൻ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അന്ന് മൂപ്പര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 7ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ ലെവൽ മുതൽ തുടങ്ങണം എന്നുള്ളൊരു സജഷനായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പം ഇപ്പം നിങ്ങളും അത് പറഞ്ഞു, അതായത് ഞാൻ ഇങ്ങനെ എന്താ പറയുക അല്ലെ, ഒരു ബേസിൽ ബേസ് ഇല്ലാണ്ട് പോകുന്നൊരു കാര്യം അതെ പറഞ്ഞു. അതെ അതെ അപ്പം അങ്ങനത്തെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സജഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 8ാം ക്ലാസ് മുതൽ അതെ അതെ ഒരു 6th സ്റ്റാൻഡേർഡ് ഉണ്ട്. കുറെ പേരുണ്ട് 6th മുതൽ 7th 8th ഒക്കെ പഠിക്കുന്നവരുണ്ട് നീറ്റ് എക്സാം. അതാണ് നമ്മുടെ റിപ്പീറ്റേഴ്സിന് ഏറ്റവും പണി കിട്ടുന്നത്. കാരണം നോർത്തിലോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ 6th മുതലേ, ഈവൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണ്, 6th മുതലേ ബേസ് മുതലേ ഇങ്ങനെ പഠിച്ച് സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ട് നേരെ റിപ്പീറ്റിനകത്തോട്ട് കയറും. അപ്പോഴത്തേനും അത് ഭയങ്കര ഡിഫറൻസ് ആണ്. നമ്മൾ പെട്ടെന്നൊരു ഒബ്ജക്റ്റീവിനകത്തോട്ട് കയറുന്നു, പെട്ടെന്ന് ഇത്രയും നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. ഞാനത് അതിലേക്കാണ് ഞാൻ എത്തിച്ചത്. എനിക്കറിയാം അതൊരു പോയിന്റ് ആണ് എന്നുള്ളത്. പക്ഷെ അത് പല ആൾക്കാർക്കും അത് അറിയില്ല. അതെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ പ്ലസ് ടു വരെ അതിനെപ്പറ്റി ബോധമൊന്നുമില്ല. എനിക്കതായിരുന്നു പ്ലസ് ടു വരെ. ആക്ച്വലി ഞാൻ പ്ലസ് 1 MBBS ഡോക്ടർ ആവണമെങ്കിൽ നീറ്റ് എന്ന എക്സാം ഉണ്ടെന്ന് അറിയുന്നത്. ആരും ഗൈഡ് ചെയ്യാനില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനത്തെ ഐഡിയ, അതായത് അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവള് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ 490 വാങ്ങി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം കൂടിയാണ് കേട്ടോ. അത് നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു ബേസ് ഇല്ലാത്ത ഒരാൾക്കാർ നമ്മൾ അങ്ങനെ റിപ്പീറ്റിന് പറഞ്ഞേക്കണേ എനിക്ക് വലിയ അർത്ഥം തോന്നുന്നില്ല. അത് ഒന്നുകിൽ അത് ഒന്ന് ഗൈഡൻസിന്റെ പ്രശ്നം. നമ്മുടെ നാട്ടിൽ നല്ല കുറവുള്ളൊരു സംഗതിയാണ്. പിന്നെ നാട്ടിലൊരു ആചാരം ഉണ്ടാവും, പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു റിപ്പീറ്റ് പോകണം എന്നുള്ളത്. അതൊരു സ്റ്റാറ്റസ് ആണ് ശരിക്കും. എന്താണ് ചെയ്യണത്? പണ്ട് എൻ്റെ നാട്ടിലൊരു കാക്ക ഉണ്ടായിരുന്നു. ആ കാക്കാൻ്റെ മക്കള് പണ്ട് ഈ പ്ലസ് ടു സയൻസ് കഴിഞ്ഞിട്ട് റിപ്പീറ്റിന് പോയൊരു സമയത്ത് ആ കാക്ക നാട്ടിൽ മൊത്തം എൻ്റെ മക്കളെ MBBS കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടാനുള്ള എക്സാമിന് പോവാന്നുള്ളത് പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ അവർ ടീച്ചേഴ്സായി മാറി വേറെ കാര്യങ്ങൾ പഠിച്ചിട്ട്. അപ്പം ഞാൻ എന്താ വെച്ചാൽ, ഈ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ പോവാന്നുള്ളത് ഒരു സ്റ്റാറ്റസായി മാറിയ അതായത് അത് MBBS പഠിക്കണമെങ്കിൽ റിപ്പീറ്റ് വേണം എന്നുള്ളൊരു രീതിക്ക് ഒരു അങ്ങനത്തെ ഒരു രീതിക്ക് അത് മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അത്രയും ബേസിൽ നിങ്ങൾ പഠിച്ച് വന്നിട്ട് സ്കോർ ഉണ്ടെങ്കിൽ റിപ്പീറ്റിന് പോകണമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അങ്ങോട്ട് അത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇനിയിപ്പോ ഒരു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നീറ്റിന് പ്രതീക്ഷിക്കേണ്ട, വേണ്ട, എക്സ്പെക്ട് ചെയ്യണ്ട. ഇനിയിപ്പോ ഇത്രയും ടഫ് ആക്കിയില്ലെങ്കിലും ഈ ഒരു ലെവലൊക്കെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള എന്താ പറയുക എക്സാംസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം ഈ സമയത്ത് എക്സാമുകളുടെ ഇടയിൽ വന്ന ഏറ്റവും വലിയ കംപ്ലയിൻറ്റ്സ് ആണ്, എക്സാം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ എക്സാം കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഈ വർഷം ഞാൻ മനസ്സിലാക്കിയത്, ഓൾറെഡി അവർക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് തലേ ദിവസം. അപ്പോൾ ഹന്നക്ക് എന്താ ഫീൽ ചെയ്തത്? ഹന്നൻ്റെ എക്സാം കണ്ടക്ട് ചെയ്ത ഇതിൽ ഫാക്കൽറ്റീസ് ആണെങ്കിലും അവിടെ അത് ഹാൻഡിൽ ചെയ്ത ആൾക്കാരും അത് ഹാൻഡിൽ ചെയ്യാൻ പെർഫെക്റ്റ് ആണോ, അവർ ഓൾറെഡി അതിന് വെൽ ട്രെയിൻഡ് ആയിട്ട് ആൾക്കാരാണോ? കാരണം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 12 വർഷമായിട്ടുള്ള ഒരാളുടെ ഡ്രീമാണ്, അല്ലെങ്കിൽ 13 വർഷം റിപ്പീറ്റ് നോക്കുകയാണെങ്കിൽ 13-14 വർഷമായിട്ട് MBBS പഠിക്കണമെന്ന് അവർ 1ാം ക്ലാസ് മുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതിൽ. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞവർക്ക് പ്ലസ് ടുന്ന് എന്താ പറയാ വരുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ഒത്തിരി ആൾക്കാരുടെ ഹാർഡ് വർക്ക് അതിൻ്റെ ടെസ്റ്റ് അവർ കൊടുക്കാൻ പോകണം അവിടെ. ആ ടെസ്റ്റ് കൊടുക്കാൻ പോണ സമയത്ത് അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, അത്രയും പ്രഷറുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനും അത്രയും ഉള്ള ആ ഒരു എക്സാം ഹാൻഡിൽ ചെയ്യാൻ മാത്രം ക്യാപ്പബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണോ? ഞാനിപ്പോൾ ലാസ്റ്റ് ഇയർ പോയ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എൻ്റെ വീടിനോട് അടുത്തുള്ളൊരു സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക്
അവരിൽ നിന്ന് എനിക്ക് ഓക്കെ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറൊക്കെ CBSE ആയിരുന്നു മോസ്റ്റ്ലി എന്താ പറയുക നീറ്റ് നടത്തൽ. ബട്ട് ഈ ഒരു ഇയർ നമുക്ക് സ്റ്റേറ്റ് സ്കൂളുകളിലൊക്കെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ നടത്തി, അതെ അതെ. നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2025 ഞാനൊക്കെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ തേർഡായിരുന്നു. ഞാൻ മൂന്നാമത്തെ കുട്ടിയായിരുന്നു എല്ലാ ബയോമെട്രിക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടൈം ഏകദേശം ഒരു 12 മണി 12:30 ആ ഒരു ടൈം അടുപ്പിച്ച് ഞാൻ ഇരിക്കാൻ തുടങ്ങിയതാണ്. 2 മണിക്കാണ് എക്സാം തുടങ്ങുന്നത്. കൂടാതെ ചൂട് കാര്യങ്ങൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ടൈം ഇങ്ങനെ പോകുന്നതോറും ഒക്കെ ഇത്രയും നാളത്തെ ഒരു വർഷത്തെ ഹാർഡ് വർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കയ്യിൽ കിട്ടാൻ പറ്റൂല. ആ ടൈം വെയിറ്റ് ചെയ്യുന്ന സമയത്തില്ല, ഒന്നും പറ്റൂല. നമ്മൾ കയറുമ്പോൾ തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാം അതൊന്നും പറ്റൂല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ വട്ടം കിട്ടിയ സെൻറ്റർ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു, ലോങ് ആയിരുന്നു. അങ്ങനെ യാത്രയുടെ ക്ഷീണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, ചൂടും കാര്യങ്ങളൊക്കെ. അതാണ് എല്ലാം ഒരു ഫാക്ടറാണ് ഈ ഒരു എക്സാമിന്. അതെ. അപ്പോൾ 2 ടീച്ചേഴ്സ് വന്നിട്ട് അപ്പോഴാണ് ആക്ച്വലി അവർ പഠിക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്താൽ ഇങ്ങനെയാണ്, ഡൗട്ട്സുകൾ കാര്യങ്ങൾ വരുമ്പോൾ പുറത്തോട്ട് പോകുന്നു, വേറെ ആരുടെയൊക്കെയോ ചോദിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ എക്സാം ടൈം ആകുമ്പോൾ ശരിയാവുമായിരിക്കും. എന്നാൽ നമ്മൾ അത്രയും നേരം ഇരിക്കുമ്പോൾ സൈനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവർക്കൊന്ന് ചെയ്യിപ്പിക്കാം. ബട്ട് അവർ ആ ഒരു ടൈം എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഒരു 2:10 ഒക്കെ ആയപ്പോഴാണ്. അപ്പോൾ തന്നെ 10 മിനിറ്റ്സ് ലാഗാണ്. അപ്പോൾ തന്നെ നമ്മളുടെ ടൈം കാര്യങ്ങൾ 1 മിനിറ്റ് തന്നെ. അതെ അതെ, ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമുക്ക് അവരുടെ സീലിംഗ് ആ ഒരു ടൈമിലായിരിക്കണമല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ആക്കേണ്ടത്. ആ സീലിംഗ് പൊട്ടിക്കേണ്ടത് ആ ഒരു ടൈമിലായിരിക്കണം. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ 2 ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ തന്ന് എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ കൊടുത്തിട്ട് അവരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അപ്പം നമുക്ക് ലാഗ് ആവുകയാണ്. എക്സാം കറക്റ്റ് സമയത്ത് കഴിഞ്ഞോ? എക്സാം കറക്റ്റ് ടൈമിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ആയിരിക്കും. തുടക്കത്തിന് ഭയങ്കര പ്രശ്നമുണ്ട്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അതെ അതെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയൊരു സ്കൂളിൽ ഇതേപോലെ ബയോമെട്രിക്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റിലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ ഇപ്പൊ ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു. ഉത്തർപ്രദേശിൽ അതിനിടയ്ക്ക് എക്സാമിനിടയ്ക്ക് കറണ്ട് പോയിട്ട് ലാസ്റ്റ് 40 മിനിറ്റ്സിലാണ് കറണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് പാരൻസ് ഒക്കെ കംപ്ലൈൻറ്റ്സ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഇവിടുത്തെ ഇതിൽ നടക്കുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ ഇവിടെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കാരണം ബയോമെട്രിക്സിന്റെ ടൈമിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഒരു സീൽ ഒരു സ്റ്റിക്കറുണ്ട്. സോ അത് കിട്ടിയാലേ നമ്മൾ അഡ്മിറ്റ് കാർഡിൽ അത് വേണം. അപ്പോൾ അത് കിട്ടിയാലേ നമ്മൾ എക്സാം ഹോളിലോട്ട് കയറ്റുള്ളൂ. അപ്പോൾ ഈ വട്ടം ഞാൻ എഴുതിയ സ്കൂളിൽ പോലും അത് സീൽ കിട്ടാണ്ട് കയറി എഴുതിയിട്ട് പിന്നെ പോയി ബയോമെട്രിക്സ് എടുത്ത കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവർ അനുവദിച്ചോണ്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിന്റെ കാര്യം, പക്ഷെ ആ കുട്ടിക്കുള്ള ഒരു പ്രഷർ ഉണ്ട്, ഒരു മെന്റൽ പ്രഷർ. അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ ശരിക്കും പറ്റൂല. ഇപ്പോൾ ഹന്ന ഓൾറെഡി ഇപ്പം എന്ത് ചെയ്തു, നീറ്റിൻ്റെ 2ാമത്തെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓൾറെഡി തന്നെ ഒരു അബ്രോഡ് ഒരു യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സെലക്ട് ചെയ്യാൻ പോയ സമയത്തും ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഹന്നൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തോ, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇനി വേറെ വല്ല കോഴ്സിനും പോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ടാവും. അബ്രോഡ് MBBS പറയുമ്പം അല്ലെങ്കിൽ ഒരു പുച്ഛം പോലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെ, അത് പൊതുവേ നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എബ്രോഡ് MBBS എല്ലാവർക്കും ഒരു പുച്ഛം തന്നെയാണ്. അവരുടെ വിചാരം നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജസിൽ പഠിച്ചാലും മാത്രമേ നല്ല ഡോക്ടേഴ്സ് ആവുള്ളൂ. അങ്ങനത്തെ ഒക്കെ ഒരു കൺസെപ്റ്റ് പൊതുവേ സൊസൈറ്റിക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് പറയാറുണ്ട് എബ്രോഡൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, അവിടെ പോകുന്നു, അവിടെ വെറുതെ ആണോ എന്നൊക്കെ. അതെന്താണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ പറയുന്ന ആളുകൾക്ക് അറിയൂല ഈ ഒരു കുട്ടി ഇങ്ങനെങ്കിലും എനിക്ക് പോയിട്ട് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ എന്താ ഉള്ളതെന്നുള്ളത് ഈ പറയുന്ന ആൾക്കാർക്ക് അറിയില്ല. എൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുട്ടിക്ക് MBBS എന്നുള്ളൊരു ഡ്രീം, നേരത്തെ നിങ്ങൾ പറഞ്ഞു അതൊരു ഡ്രഗാണ് അല്ലേ, ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എഞ്ചിനീയറിങ്ങിന് പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ 6 മന്ത് എഞ്ചിനീയറിംഗ് പോയിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റസീൻ്റെ കാര്യം അറിയാം. അപ്പോൾ നമ്മൾ അത്രയും നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യം നമ്മൾക്ക് എന്തായാലും ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത അൾട്ടർനേറ്റീവ് വഴികൾ നോക്കുള്ളൂ. അതിലിപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? പിന്നെ ഈ NMC എന്തിനാണ് ഒരു റൂൾ ഉണ്ടാക്കി വെക്കുന്നത്? NMC ഇത്രയും റൂളും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ച് അത് അനൗൺസ് ചെയ്യണമെന്ന് എന്തിനാ? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പോകുന്നവർക്ക് പോകാം അല്ലേ? വെറുതെ ഒരു റൂൾ ഒരു കാര്യത്തിൽ ഉണ്ടാക്കി വെക്കുമോ? ഇല്ലാത്തൊരു കാര്യത്തിന് ആരും റൂൾ ഉണ്ടാക്കി എഴുതി വെക്കൂലല്ലോ.
അപ്പോൾ എന്താണ് ഓൾറെഡി ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഈ വഴിയിലൂടെ പോയി വരാം. പക്ഷേ ഇന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ, ഇന്ന റൂൾസ് ചെക്ക് ചെയ്യണം, അതനുസരിച്ച് നിങ്ങൾക്ക് പോവാം. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിൻ്റെ അതേ സെറ്റപ്പിൽ തന്നെ ആവാം എന്നുള്ള. പിന്നെ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ഇന്ത്യക്കാരെ വിചാരം, അല്ലെങ്കിൽ എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല, ഈ പുറലോകം കാണാത്ത ആൾക്കാരെ വിചാരം നമ്മളെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളും ഇതും മാത്രമാണ് ഏറ്റവും ബെസ്റ്റ് ലോകത്ത് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UK പ്ലാബ് എഴുതാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോളേജ് പാകിസ്ഥാനിലുണ്ട്. അവിടെ അവർ പഠിച്ചു കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്പ് അവിടെ ചെയ്താൽ പ്ലാബ് എഴുതാണ്ട് എന്ത് ചെയ്യാം, അവിടെ വർക്ക് ചെയ്യാം. UK വർക്ക് ചെയ്യാം. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഉണ്ട്. ഇന്ത്യയിൽ ഒറ്റൊന്നും പോലും ഇല്ല അങ്ങനെ ഒരു അക്രിഡിറ്റേഷൻ ഉള്ളത്. ഇന്ത്യയിലെ പല ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനും ECFMGന്റെ അക്രിഡിറ്റേഷൻ ഇല്ല. ഇതൊക്കെ എന്താ അത് പറയുക, നമ്മളെ സ്റ്റുഡൻസിന് അറിയില്ല. ഇത് ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് അറിയില്ല, പല ആൾക്കാർക്കും അത് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഇന്ത്യക്കാരെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പം നമ്മളൊക്കെ പല വീഡിയോൻ്റെ താഴത്തെ കമൻറ്റ് ഓരോരുത്തർ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടാൽ ഒരു വിവരമില്ലാത്ത മനുഷ്യന്മാരാന്നുള്ളത് മനസ്സിലാവും. ലിറ്ററലി അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അവർക്ക് എന്താണ് അബ്രോഡ് MBBS ഒന്നും അറിയില്ല, ഒരു കാര്യമില്ല. അവർ വിചാരിക്കണം എന്താണ്, ഇതാണ് മെയിൻ സംഭവം. എന്നാൽ പിന്നെ ഇവിടുത്തെ മന്ത്രിമാരും ഇവരൊക്കെ ചികിത്സക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ അത്ര സെറ്റപ്പ് ആണെങ്കിൽ അതെന്തിനാ പോണത്? ഇവിടെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തിനാ വേഗം അടുത്ത രാജ്യത്ത് പോകേണ്ട ആവശ്യം എന്താ? അപ്പോൾ അതാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ അത്രയും വലിയ വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിൽ കിട്ടുന്ന ആൾക്കാർക്ക് അവർ പഠിക്കുന്നത് നമുക്ക് അവർ അംഗീകരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഹാർഡ് വർക്ക് എത്രയാണ്. എപ്പോഴും റെസ്പെക്ട് ചെയ്യും നീറ്റ് ക്രാക്ക് ചെയ്യുന്നവരെ ഭയങ്കരമായിട്ട്. കാരണം അവര് ഹാർഡ് വർക്കിലുപരി അവരുടെ എന്താ പറയാ സാക്രിഫൈസ്, ഈ നീറ്റ് സ്റ്റുഡൻസിന് മെയിനായിട്ട് സാക്രിഫൈസ് ഭയങ്കര വാരിയേഴ്സ് ആണ് ആക്ച്വലി നീറ്റ് ക്രാക്ക് ചെയ്യുന്നവർ. അല്ല, അത് നമുക്കൊരിക്കലും അവരായിട്ടൊരു റെസ്പെക്റ്റ് ഇല്ല, അവരെ നമ്മൾ അംഗീകരിക്കണം. ഞാനിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് ഒരുപാട് ആൾക്കാർ കണ്ടു. നമ്മൾ അതിലും എന്താ പറഞ്ഞത്, ഇവിടെ കിട്ടുന്ന ഗവൺമെന്റിൽ കിട്ടുന്ന കുട്ടികളെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് അവരുടെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഹാർഡ് വർക്കും മെന്റൽ സ്ട്രഗിളും കാര്യങ്ങളും ആയിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ 2, 3, 4 റിപ്പീറ്റും കഴിഞ്ഞ് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ എന്തായാലും അംഗീകരിക്കണം. പക്ഷെ അതിനിടയ്ക്കുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഈ NRI സ്റ്റാറ്റസ് ഉള്ള കുറച്ച് ആൾക്കാർ, ഒരു 140 മാർക്ക് ഉണ്ട്, 1 കോടി റുപ്യ കൊടുത്തിട്ട് ഡോക്ടറായി വന്നിട്ട് ആ ഗവൺമെന്റിന്റെ ആൾക്കാരെ കൂടെ, ആ ഗ്രാജുവേറ്റ്സിന്റെ കൂടെ കൂടിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു ഇപ്പുറത്തേക്ക് ആൾക്കാരെ കൂടി തോൽപ്പിക്കാൻ ടീം. മനസ്സിലായോ എങ്ങനെയാന്ന് പറയാൻ? മനസ്സിലായോ? 140, 150 മാർക്ക് കിട്ടിയിട്ട് NRI സീറ്റിൽ കയറിയിട്ട് അപ്പുറത്ത് ആ ഗവൺമെന്റിൽ ഗ്രാജുവേറ്റ് ആയ ആൾക്കാരെ കൂടെ സൈഡിൽ നിന്നിട്ട് ഇപ്പുറത്ത് നോക്കിയിട്ട് കൂടി തോൽപ്പിക്കും. അബ്രോഡ് പോകുന്ന ആൾക്കാരെ കാറ്റഗറി റിസർവേഷൻ കാരണം റിസർവേഷൻ കാരണം ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും മാർക്കുള്ളവർക്ക് കിട്ടാണ്ട് പോയ കുറെ പേരുണ്ട്. റിസർവേഷൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട്, നമുക്കറിയാം. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ശ്രീലക്ഷ്മിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റിസർവേഷനിലും ഇപ്പോഴത്തെ രസം എന്താ വെച്ചാൽ, ഹയർ കാസ്റ്റിലുള്ള ആൾക്കാർക്കുള്ള റിസർവേഷൻ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ SC/ST റിസർവേഷനേക്കാൾ കുട്ടികൾ കയറുന്നതായിട്ടും ഒരു പരാതി നമ്മൾ കാണുന്നുണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലൊക്കെ കാസ്റ്റ് വൈസ് റിസർവേഷൻ ഇപ്പോൾ ഈ ജനറൽ കാറ്റഗറിയിൽ തന്നെ ഇപ്പോൾ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. OBC എന്ന് പറഞ്ഞ പോലെ തന്നെ വേറെ. അപ്പം അതിലും എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാലും ഇവിടെ എനിക്ക് ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം ഒരിക്കലും എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, എന്തിനാണ് ഇവിടെ സീറ്റ് പിടിച്ചേക്കണത്? അബ്രോഡ് MBBS സ്റ്റോപ്പ് ചെയ്യണോ? വി ആർ റെഡി, നിങ്ങൾ കുറച്ചുകൂടി മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യൂടെ? എന്താ സ്റ്റാർട്ട് ചെയ്തത്? എന്താ പ്രശ്നം? ഈ ഇത്രയും വലിയ രാജ്യത്ത് ആകെ 1.25 ലക്ഷം കുട്ടികളെ MBBS പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അത് നല്ലൊരു ചോദ്യമാണ് അല്ലേ? നമ്മളിത് എല്ലാം അവസാനിപ്പിക്കാൻ റെഡിയാണ്. നിങ്ങൾ മെഡിക്കൽ കോളേജുകൾ സ്റ്റാർട്ട് ചെയ്യൂ, കുട്ടികൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കൂ, ഒന്നും സംഭവിക്കാൻ പോണില്ല. ഓരോ യൂറോപ്യൻ കൺട്രീസിൽ പോലുള്ള യൂണിവേഴ്സിറ്റികളും അവരുടെ റെക്കഗ്നൈസേഷനും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും യൂണിവേഴ്സിറ്റികൾ എത്ര സിമ്പിളാണ്, റൂൾസ് എത്ര സിമ്പിളാണ്. ഇവിടെ NMC-ക്കാരുള്ള മെഡിക്കൽ കോളേജുകാരെ പോയിട്ട് ടോർച്ചർ ചെയ്യാണ്. സീറ്റിൻ്റെ എണ്ണം കുറച്ചിട്ടും അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടും ഇവിടെ ഇതാക്കിയിട്ടും ടോർച്ചറിങ് ആണ്. കേരളത്തിൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് തോന്നുന്നുണ്ട്, 4 വർഷമല്ല, നമ്മൾ ഏകദേശം കണ്ണൂരുള്ളൊരു മെഡിക്കൽ കോളേജിൽ 2 വർഷം പഠിച്ച കുട്ടികളെ തന്നെ എന്ത് ചെയ്തു, ഇൻവാലിഡ് ആക്കി. ഒരു ഓർമ്മല്ലേ? 2 വർഷം കൂടി പോയി ആ കുട്ടികളെ. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തില്ല. അഫിലിയേഷൻ പോയ ഒരു ഇത് കോളേജ്, പിന്നെ അവര് കൊല്ലത്തെ എന്താ പറയാ അസീസിയൊക്കെ മാറിയിരിക്കുക കുട്ടികൾ, ആ സ്റ്റുഡൻസ് ആ കോളേജിന്റെ പോയി അക്രിഡേഷൻ പോയി.
അതിൽ കുറെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തതുണ്ട്. പറ്റാതെ ആണ്. കാരണം പൈസ Students കൊടുത്ത് ലോക്കല്ലേ. കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ടോർച്ചർ ചെയ്ത് എന്നാൽ ഈ കുട്ടികൾ എങ്ങനെയും പോയിട്ട് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുമ്പം അതിനും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പിന്നെ ഒന്നും പറയാനില്ല. ഇതൊക്കെ കാണുന്ന ആൾക്കാർ കണ്ട് മനസ്സിലാക്കി വിലയിരുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം എന്താണ് ഒരു മുഴുവനൊരു മെസ്സേജായിട്ട് MBBS എന്ന് പറഞ്ഞൊരു ഡ്രീം കൊണ്ടെടുക്കുന്ന ആൾക്കാരെ ആ കുട്ടികൾക്ക് അന്നൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഡ്രീം കൈവിട്ട് കളയേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇന്ത്യയിൽ തന്നെ പഠിച്ചാലേ നല്ലൊരു ഡോക്ടർ ആവണം അങ്ങനൊന്നും ഇല്ല. ആക്ച്വലി നമ്മളുടെ സ്കില്ലാണ് മെയിൻ. നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ മെയിനായിട്ട് വേണ്ടത് സ്കില്ലാണ്. ഇപ്പം നീറ്റും MBBS തമ്മിൽ വലിയൊരു ഡിഫറൻസ് ആണ്. ഒരു ഓഷനോളം അല്ലെങ്കിൽ ഒരു സ്കൈയോളം ഡിഫറൻസ് ഉണ്ട്. അതെ, അപ്പോൾ നീറ്റിൽ പഠിക്കണല്ല MBBS-ലുള്ളത്. അതെ 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 അത് ശരി. തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഞാൻ ആലോചിച്ചു എന്തിനാ ഈ ഫിസിക്സ് ഒക്കെ ഇങ്ങനെ ഡെപ്തിന് പഠിക്കുന്ന MBBS ആണ് നമ്മളെ ഡ്രീം. നമ്മൾ അവിടെയാണ് ആക്ച്വലി സ്കില്ല് തെളിക്കുന്നത്, അല്ല നമ്മൾ ഫിസിക്സിലല്ല സ്കില്ല് തെളിക്കാൻ ഒരു കാര്യം പോകുന്നത്. പറയും, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ഉം. യൂറോപ്പിലൊരു യൂണിവേഴ്സിറ്റിയിൽ ബൾഗേറിയ യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് എക്സാം ഉണ്ട്. അതിൽ അവർ ചോദിക്കുന്ന 2 ടോപ്പിക്ക് ബയോളജി കെമിസ്ട്രി മാത്രമാണ്. ആ ഒരു യൂറോപ്യൻ കൺട്രി ചോദിക്കുന്ന ക്വസ്റ്റ്യന് വെറും ബയോളജിന്ന് കെമിസ്ട്രി, അവർക്ക് ഫിസിക്സ് ആവശ്യമില്ല. ഫിസിക്സ് ഇല്ല. അതെ. മനസ്സിലായോ? അപ്പൊ അതാണ് എന്താണ് ഫിസിക്സ് കൊണ്ടുവരുന്നത് എന്നുള്ള ഉദ്ദേശമാണ് അറിയാൻ വയ്യാത്ത. ഈ MBBS ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഓക്കെ, ഓക്കെ, അതെ. മാത്സ് ഫിസിക്സ് ഒക്കെ മാത്സും അവിടെ ഓക്കെ. ഫിസിക്സും ഓക്കെ. പക്ഷേ അതെ. എന്തോ പിന്നെ നമ്മുടെ ഫാർമസി എക്സാം എന്താ പറയുക, കെമിസ്ട്രിയും ഫിസിക്സും ആണ്, ബയോളജി ഇല്ല ഫാർമസിക്ക്. അത് പിന്നെ ഫാർമസി നമ്മൾ കെമിസ്ട്രി ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ബയോകെം ആ അതുകൊണ്ട് രീതിയിൽ. അതെ. പക്ഷെ MBBS-ൽ എന്തുകൊണ്ടാണ് ഈ ഫിസിക്സ് നീറ്റ് എക്സാം ഇത്രയും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇത്രയും ഒരു ഫിസിക്സ് കൊണ്ടുവരുന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന അപ്പൊ റീറിപ്പീറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ. അന്നക്കിപ്പോ എന്താണ് കുട്ടിയുടെ അടുത്ത് ഒരു എനിക്കിപ്പോൾ പറയാനെന്ന് വെച്ചാൽ നിങ്ങളെ ഡ്രീം കൈവിട്ട് കളയണ്ട. ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇപ്പോൾ എന്തായാലും ഒരു പ്ലാൻ എടുക്കുമ്പോൾ ഒരു പ്ലാൻ A പ്ലാൻ B, അതിനകത്ത് നമുക്ക് എബ്രോഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ നല്ല കണ്ടുവരുന്നത്. റൂൾസ് അനുസരിച്ച് അതെ സെലക്ട് അതെ ചെയ്താൽ അതെ NMC ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക, നല്ല കാര്യങ്ങൾ, നല്ല എബ്രോഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡോക്ടർ ആവാം. നമ്മുടെ സ്കില്ല് മതി, നമ്മളുടെ ഒരു നോളജ്, MBBS-നോടുള്ളൊരു നോളജ്, അത് പഠിക്കാനുള്ള ഒരു ഇഷ്ടം, താല്പര്യം എല്ലാം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി ഈ പ്രൊഫഷൻ. അതങ്ങനത്തെ. ഞാൻ അതെ. നേരത്തെ സാലറി എക്സ്പെക്ട് ചെയ്തിട്ടാണോ ആ അന്ന എന്നുള്ളത് ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചോദിച്ചിരുന്നു. അത് ചോദിക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, പല ആളുകളും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സിന് സാലറി കുറവാണ് എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ 350 മുതൽ 400 രൂപ പെർ ഹവർ GPക്ക് കിട്ടുന്നുണ്ട്. അതായത് പെർ ഡേ ഒരു 10 അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 4500 മുതൽ 5000 റുപ്യ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, ഞാൻ പറയുന്നത് MBBS എന്നുള്ളത് വെറും സാലറി ബേസ്ഡ് മാത്രം ചൂസ് ചെയ്യുന്ന ഒരു കാര്യമില്ല. കാരണം എനിക്കറിയുന്ന ഒരു ഓങ്കോളജിസ്റ്റ് ഉണ്ട് കോഴിക്കോട്, നമ്മളെ ഫാമിലി ഫ്രണ്ടാണ്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണ് ഓങ്കോളജി കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവരെ കോഴിക്കോടത്തെ ഒരു പ്രമുഖ പ്രൈവറ്റ് ഹോസ്പിറ്റല് ലക്ഷങ്ങൾ ശമ്പളം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പോയിട്ടില്ല. ഒരു ലേഡിയാണ്, അവർ പോയിട്ടില്ല. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ അവിടെ പോവുകയാണെങ്കിൽ എനിക്ക് അനാവശ്യമായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും, അനാവശ്യമായിട്ട് കീമോയും കാര്യങ്ങളും ചെയ്തിട്ട് അവർക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവർ ഗവൺമെൻറ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യണത്. അപ്പോൾ അവരുടെ സാലറി 5 to 8 lakhs പെർ മന്ത് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവർ പോണത് 1 to 2 lakhs റേഞ്ചിലേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടല്ല അല്ല, MBBS എടുത്ത് അല്ല. ഡോക്ടറാണത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിരാന്താണെന്ന് മാത്രമേ ഞാൻ പച്ചക്ക് പറയാനുള്ളൂ. കാരണം എല്ലാവർക്കും അങ്ങനല്ലല്ലോ, അല്ലല്ല, പാഷൻ എന്ന് never. പറഞ്ഞ ഒരു സാധനമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഹന്ന ഇത്ര ദൂരം കൊല്ലത്തുനിന്ന് വന്നാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ലേറ്റായിട്ട് എത്തിയത്. പക്ഷെ ഇത്ര നമ്മുടെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം, ഹന്നൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഹന്നൻ്റെ യൂട്യൂബ് ചാനലിൽ ഹന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് അന്ന ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ അന്നൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാണ്ട് അപ്പം ഞാൻ അന്നൻ്റെ അടുത്ത് ചോദിച്ചു നമുക്കൊരു വീഡിയോ ചെയ്താലോ. അങ്ങനെയാണ് അന്ന വന്നത്. അപ്പോൾ എന്തായാലും വന്നതിൽ വളരെയധികം സന്തോഷം. Thank you. ഇനി എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്താ വെച്ചാൽ ഹന്ന നമ്മളെ കൂടെ അബ്രോഡ് പോരുന്നുണ്ട്, ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഇനിയിപ്പോൾ റിസൾട്ട് വന്നിട്ട് അനുസരിച്ച് ഡിസിഷൻ എടുക്കുക. ചിലപ്പം കിട്ടിയാലോ ഇവിടെ തന്നെ കിട്ടിയാലോ പറയാൻ പറ്റില്ല. അപ്പോൾ കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, കാരണം അത്രയും ഹാർഡ് വർക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Daughter Expert EduLinks. Be a doctor by doctors.